ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഡിസംബർ 23, 2020. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണിന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സിസ്റ്റർ അഭയെ കൊല ചെയ്ത 2 നീചജന്മങ്ങളെ തിരുവനന്തപുരം CBI കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും അതോടൊപ്പം നല്ലൊരു തുക പിഴയായി കെട്ടണമെന്ന് തീർപ്പ് കൽപ്പിച്ചതുമാണ്. ഇന്ന് ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് മാസം 2007, സിസ്റ്റർ അഭയുടെ കേസ് കണ്ടുപിടിക്കുന്നതിന്, അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി അന്നത്തെ CBI നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് ഫാദർ കോട്ടൂരിനെയും സിസ്റ്റർ സെബിയെയും വിധേയമാക്കിയിരുന്നു. അന്ന് ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തുന്നത് ബംഗളൂരുവിലുള്ള നാർക്കോട്ടിക് സയൻസ് ലാബിലായിരുന്നു. അപ്പോൾ അന്ന് അത് കണ്ടക്ട് ചെയ്ത ഡോക്ടേഴ്സ് ഇവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തമായ പങ്ക് രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ റിസൾട്ട് അടങ്ങിയിട്ടുള്ളതായ CD റിപ്പോർട്ട് അന്നത്തെ സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിനും അതുപോലെ തന്നെ ഹൈക്കോർട്ടിനും അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഡിഫൻസ് കൗൺസിൽ അത് എവിഡൻസ് ആയിട്ട് കണക്ക് കൂട്ടുവാൻ പറ്റില്ല, അതായത് ക്ലിയർ എവിഡൻസ് അത് കണക്ക് കൂട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല സുപ്രീം കോടതിക്കും അത് മാത്രം എവിഡൻസ് ആയിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ സിസ്റ്റർ സെബിയും അതുപോലെ ഫാദർ കോട്ടൂരും നടത്തിയ സംഭാഷണം, അതായത് നാർക്കോട്ടിക് അനാലിസിസ് ടെസ്റ്റിന് അവർ നൽകിയ മറുപടി പ്രസക്ത ഭാഗങ്ങൾ ഇന്ത്യ വിഷനിൽ കാണിച്ചിരുന്നു. അങ്ങനെ കൊല നടന്നതിന് ശേഷം 28 വർഷങ്ങൾക്ക് അപ്പുറമാണ് യഥാർത്ഥമായുള്ള ന്യായവിധി വന്നു ചേർന്നത്. IPC സെക്ഷൻ 302 പ്രകാരം കൊലക്കുറ്റത്തിനും 201 പ്രകാരം തെളിവ് നശിപ്പിച്ചതിനും 449 വകുപ്പ് പ്രകാരം അതിക്രമിച്ച് കടന്നതിനും തോമസ് കോട്ടൂരാന് ജീവപര്യന്തം തടവും അതോടൊപ്പം 6.5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതി കൽപ്പിച്ചു. സെബിക്ക് 302 പ്രകാരം കൊലക്കുറ്റത്തിനും 201 വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിച്ചതിനും ജീവപര്യന്തം തടവും അതോടൊപ്പം 5.5 ലക്ഷം രൂപ പിഴയും കെട്ടേണ്ടതായി വന്നു. ശരിക്കും ഇത് അവർ അർഹിക്കുന്ന ഒരു വിധി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സംഭവം പറയുന്നതിന് മുമ്പ് നമുക്ക് മറക്കാനാവാത്ത ഒരു ഡേറ്റാണ് മാർച്ച് 27, 1992. അന്നാണ് കോട്ടയം പയസ് കോൺവെൻറ്റിൽ വെച്ച് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടത്. അന്ന് പലരും അത് ആത്മഹത്യയെന്നും അതുപോലെ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെട്ടുവെന്നും പല കാര്യങ്ങളും ആരോപിച്ചു. അന്ന് സിസ്റ്റർ അഭയുടെ കുടുംബം ഒത്തിരി മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. ഇന്ന് സിസ്റ്റർ അഭയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നില്ല. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യായമായ ഒരു വിധി വന്നത്. അത് കേൾക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. കാരണം ഇത്രയും നീണ്ട കാലാവധി വന്നു ആ ന്യായമായിട്ടുള്ള വിധിയെ നമുക്ക് സ്വീകരിക്കുവാൻ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കരമുണ്ട്. അത് മറ്റാരുടെയുമില്ല, ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന മഹത് വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ അതുല്യമായ പോരാട്ടമാണ് ഈ വിജയത്തിന് പിന്നിൽ. ഈ കേസിൻ്റെ റിസൾട്ട് വന്ന ദിവസം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ച് എന്താണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിത അഭിലാഷത്തിൽ ഒന്നായിരുന്നു സിസ്റ്റർ അഭയ എന്ന നിഷ്കളങ്ക രക്തത്തെ ചൊരിഞ്ഞ കിങ്കരന്മാരെ ന്യായവിധിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന്. അത് 28 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രധാന സാക്ഷികളിൽ ഒരാളായ ഒരു വ്യക്തി കൂടിയുണ്ട്. അടയ്ക്ക രാജു എന്ന സമൂഹം കള്ളനെന്ന് മുദ്രകുത്തുന്ന ഒരു വ്യക്തി. ശരിക്കും സമൂഹം കള്ളനെന്ന് മുദ്രകുത്തുന്ന ആ വ്യക്തിയാണോ തങ്ങൾ ചെയ്ത കുറ്റം ഒളിപ്പിച്ചു വെച്ച് ലോഹയുടെ മറവറ്റി നിന്നവരാണോ യഥാർത്ഥമായിട്ടുള്ള കുറ്റവാളികൾ, അല്ലെങ്കിൽ യഥാർത്ഥമായ കള്ളന്മാർ? നമ്മുടെ നീതിബോധം ഉണരേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറമാണെങ്കിലും ന്യായമായ വിധി തന്നെയാണ് നമ്മുടെ കോടതി കൽപ്പിച്ചത്. ഇനി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഇവർ ഇനി ഒരിക്കലും പുറംലോകം കാണാതിരിക്കട്ടെ. അവർക്ക് ജയിലിൽ തക്കതായ ശിക്ഷ നൽകപ്പെടട്ടെ. അവർ ചെയ്ത തെറ്റിനുള്ള ഫലം അവർ തന്നെ അനുഭവിക്കട്ടെ. ഉപ്പ് തിന്നവർ തന്നെ വെള്ളം കുടിക്കട്ടെ. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ച ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരും ഒത്തിരി CBI പ്രവർത്തകരുമുണ്ട്. നല്ല തുക
കൈപ്പറ്റി തെറ്റായ രീതിയിൽ മൊഴി കൊടുത്തവരുണ്ട്. അതായത് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചവരുണ്ട്. അവരും അവരുടെ തലമുറയും അതിനുള്ള ബലം അനുഭവിച്ചേ തീരും. കാലം തെളിയിക്കട്ടെ. നിഷ്കളങ്ക രക്തത്തെ ചൊരിഞ്ഞ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ സർവശക്തൻ തന്നെ നൽകട്ടെ. പിന്നെ ഇപ്പോൾ ന്യായമായ വിധി കൽപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നേരുന്നു. കാരണം തങ്ങൾ രോഗികളാണെന്ന് കോട്ടൂരാനും പറഞ്ഞു, അതുപോലെ സെബിയും പറഞ്ഞു. പക്ഷെ അതൊന്നും മുഖവിലയ്ക്ക് നമ്മുടെ കോടതി എടുത്തില്ല. ശരിയായ വിധി തന്നെ കൽപ്പിച്ചു. അതിന് ബഹുമാനപ്പെട്ട കോടതിയോടുള്ള എൻ്റെ ബഹുമാനം ഞാൻ അർപ്പിക്കുന്നു.